പത്തനംതിട്ടയിലാട്ടോ. പത്തനംതിട്ട ജില്ലയിൽ കവിയൂരുള്ള ഗുഹാക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന തൃക്കവിയൂർ ഗുഹാക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് കേട്ടോ. വലിയൊരു പാറ തുറന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗുഹാക്ഷേത്രമാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ ഇവിടെ വന്നെന്ന് വിചാരിക്കണം, പക്ഷേ ഈ ഒരു ക്ഷേത്രം മാത്രമായിട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർ നമ്മുടെ ആറന്മുളയിൽ പോയിട്ട് വന്ന വഴിക്ക് കയറിയതാണ് കേട്ടോ. മഹാദേവനാണ് പ്രതിഷ്ഠ. വലിയൊരു ഗുഹ തുറന്നിട്ടാണ് ആ ഒരു ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ 2 ദ്വാരപാലകരുണ്ട്, ഒരു ഗണപതിനെ കുത്തിവെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സൈഡിൽ ഒരു മഹർഷിയുടെ ഒരു ശില്പം കൂടിയുണ്ട്. വലിയ പാറ തുറന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കവിയൂർ ഗുഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രമാണ് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം. AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവരഥ ശില്പശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഗുഹാക്ഷേത്രം ഐതിഹ്യ പെരുമയിലും ചരിത്ര പ്രാധാന്യത്തിലും ഏറെ പ്രസിദ്ധമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജകൾ ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നു വരുന്നത്. ഗുഹാക്ഷേത്രത്തിൻ്റെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ്. 1931 ജൂലൈ 17 റവന്യൂ ഉത്തരവിൻ പ്രകാരം ഇവിടം നിത്യനിദാനം നടത്താൻ 99 രൂപ 20 ചക്രം 4 കാശും 21 പറ 9 ഇടങ്ങഴി നെല്ലും അനുവദിച്ച ഉത്തരവുണ്ട്. തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ വടക്കുമാറി ഏകദേശം 5.5 ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന് മുഖാമുഖം നിൽക്കുന്ന 2 പാറക്കെട്ടുകളിലൊന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പാറ തുറന്ന് 20 അടി വ്യാസത്തിൽ ഗർഭഗൃഹവും അതിൻ്റെ മധ്യത്തിലായി 3.5 അടി പൊക്കത്തിൽ വലിയ ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്ന ഐതിഹ്യവും പറയുന്നുണ്ട്. വനനിബിഡമായ തൃക്കക്കുടി ഗുഹാ പരിസരത്ത് ഒളിവിൽ കഴിഞ്ഞ പാണ്ഡവർ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ഗുഹാക്ഷേത്രം നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം. ഇതാണ് കേട്ടോ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ ഒരു ആ വലിയൊരു പാറ വരുന്നത് കേട്ടോ. ഇത്ര വലിയ പാറ ബാക്കോട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കാൽപാദം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, പിന്നെ ഇവിടെ ഒരു പാറയുണ്ട്. ഈ ഒരു പാറയുടെ മുകളിൽ ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ മൂടി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല. AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവ ശില്പശൈലിയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത് ഈ ഒരു കവിയൂർ ഗുഹാക്ഷേത്രം. പല്ലവ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള മഹാബലിപുരത്തെ ക്ഷേത്രങ്ങളെല്ലാം പല്ലവ ശൈലിയിൽ നിർമ്മിച്ചാണ്. നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ ഒരു മഹാബലിപുരത്തെ ഗുഹാക്ഷേത്രങ്ങളുമായിട്ട് വളരെ ഒരു സാമ്യം നമുക്ക് ഈ ഒരു നിർമ്മിതിയിൽ കാണാം കേട്ടോ. അപ്പോൾ ശരിയായിരിക്കാം, പല്ലവ ശൈലിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് എന്നാണ് തോന്നുന്നത്. ആ ഒരു മഹാബലിപുരത്തെ ആ ഗുഹാക്ഷേത്രങ്ങളെല്ലാം ഏകദേശം ഈ ഒരു ശൈലി തന്നെയാണ് കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ നേരെ മഹാദേവൻ്റെ ശിവലിംഗം കാണാം. ലെഫ്റ്റ് സൈഡിൽ ദ്വാരപാലകൻ, തൊട്ടിപ്പുറത്ത് ഗണപതി, ഇവിടെ ഒരു ദ്വാരപാലകൻ, ഇവിടെ ഒരു മുനിയുടെ ഒരു ശില്പം കൂടിയും കൊത്തിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. നമ്മളിങ്ങനെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു കല്ലുവിളക്ക് കാണാം കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ചാൽ തോന്നുന്നു. ഇവിടെയാണ് ശരിക്കും പാറ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കയറാനായിട്ട് പാറയുടെ തന്നെ 2 സ്റ്റെപ്പുകൾ, വേറെ കല്ലുകൾ അടക്കി വെച്ച 2 സ്റ്റെപ്പുകൾ കാണാം കേട്ടോ. ശരിക്കും ഈ പാറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ അങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ തുടങ്ങിയാണ് പാറയുമ്പോൾ സ്റ്റെപ്പ് കുത്തി വെച്ചേക്കണേ. പിന്നെ ഇവിടെ ഇങ്ങനെ വാതിലൊക്കെ അതിന് ശേഷം വെച്ചാണ് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വെള്ളം പോകാനായിട്ട് ഇങ്ങനെ ചാലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയുണ്ട് കേട്ടോ. കയറി ഇവിടെ ഇങ്ങനെ സോപാനം എന്ന് പറയാവുന്നൊരു ഭാഗം കാണാം. ഇവിടെ കണ്ടോ സോപാനം. ഇതാണൊരു ദ്വാരപാലകൻ വരുന്നത്. മുകളിൽ കുത്തി വെച്ചതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ. ഇവിടെ കണ്ടോ തൂണിൻ്റെ അതേ മാതൃകയിൽ തന്നെ കുത്തിയേക്കണേ. ഇവിടെ ഗണപതിയുടെ കയ്യും ഇവിടെ ഇതൊക്കെ ഇങ്ങനെ അടർന്നു പോയിട്ടുണ്ട്. കൈ ഇവിടെ അടർന്നു പോയിട്ടുണ്ട്. ഇവിടെ കണ്ട കാലൊക്കെ നല്ല ഭംഗിയുണ്ട്. 2 കൊമ്പുമില്ല. കൈ തുമ്പിക്കൈ. ചെവി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെവി നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. ചെവിയുണ്ട കെട്ട് നോക്കിയ തുണിയുടെ കെട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് കുത്തി വെച്ച വിരൽ, നഖം, ഇതൊക്കെ തുമ്പൊക്കെ ഇങ്ങനെ അടർന്നു പോയിട്ടുണ്ട് കേട്ടോ. കണ്ട
ഇവിടെ ദ്വാരപാലകൻ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഒന്നുകിൽ ബുദ്ധ സന്യാസിയുടെ ഒരു ഭാവമാണ് നമുക്ക് എനിക്ക് കണ്ടിട്ട് തോന്നിയത് കേട്ടോ. ബുദ്ധ സന്യാസിയുടെ ഒക്കെ ഒരു ഭാവമാണ് കണ്ടിട്ട് തോന്നിയത്. ഈ ഒരു കാല് നേരെ, ഈ ഒരു കാലിങ്ങനെ മടക്കി വെച്ച് നല്ല സ്റ്റൈലായിട്ട് കുത്തിയേക്കണേ. അതുമാതിരി തന്നെ ഇവിടെ ഒരു സന്യാസി അല്ല, ഒരു ഋഷി എന്ന് വേണമെങ്കിൽ പറയാം. താടിയും തലയിൽ കുടുമയൊക്കെ ആയിട്ട് കൊള്ളാം. കയ്യിലൊരു കമണ്ടലുണ്ട്, കമണ്ടലുമാല എന്താ തന്നെ. വലിയ ശിവലിംഗം കേട്ടോ, ഭയങ്കര വലിയ ശിവലിംഗമാണ്. ഇന്ന് എടുക്കണതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ശരിക്കും മഹാബലിപുരത്തെ ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇവിടെ കുറച്ച് പൊട്ടലുകളൊക്കെ വന്നിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. ഗദയാണ്, അതുമ്പോൾ ഇങ്ങനെ പാമ്പ് ഇങ്ങനെ ചുറ്റി വെച്ചേക്കണ കാണാം. ഗണപതി ഭഗവാന്റെ കൈയൊക്കെ ഇങ്ങനെ അടർന്നു പോയിട്ടുണ്ട്. കവിയൂർ ഗുഹാക്ഷേത്രം ഇതിപ്പോൾ നിലവിൽ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആണ് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പൂജയുണ്ടെന്നാണ് പറഞ്ഞത്. വലിയൊരു പാറ തുറന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അവിടുത്തെ ആ ഒരു ആൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ശിവലിംഗത്തിൻ്റെ പുറകിൽ ഒരു ഗുഹയുണ്ട്. അതിൽ നിന്ന് കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഒരു വഴിയുണ്ടെന്നാണ് പറയുന്നത്. അത് പടച്ചു വെച്ചേക്കാണ്. വലിയൊരു ശിവലിംഗം കേട്ടോ. കവിയൂർ വലിയ പാറ തുറന്നു വെച്ചേക്കുന്നതാണേ, തുറന്നു വെച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ശൂലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നിലവിൽ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് കേട്ടോ. പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച അവധിയാണ്. തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോറുണ്ടല്ലോ, ആ ഒരു ഗ്രില്ല് അടച്ചിട്ടുണ്ടാവും തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ. വേറെ കുഴപ്പമൊന്നുമില്ല കണ്ടോ, തിങ്കളവധി. ഇവിടെയൊക്കെ എന്താണ് കൊത്തിയ പോലെയൊക്കെ കാണാം കേട്ടോ. ഈ പാറനെ എന്താണെന്ന് അറിയില്ല, അതൊക്കെ കൊത്തി വെച്ചേക്കണ മാതിരി ഇങ്ങനെ കാണാം. വലിയ പാറയാണ് കേട്ടോ, വലിയ പാറയാണ്. നമ്മൾ കയറി വന്നത് ഈ വഴിക്കാണ്ടോ, അവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വന്ന് ഇതിലാണ് കയറി വന്നത് കേട്ടോ. കവിയൂർ ഗുഹാക്ഷേത്രം, ഇതാണ് ആ പാറ കണ്ടോ, വലിയ പാറയാണ്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഈ കരിങ്കല്ലിൻ്റെ ഇങ്ങനെ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. ഇതൊക്കെ അതിന് ശേഷം നിർമ്മിച്ചതായിരിക്കും. തൃക്കക്കുടി ഗുഹാക്ഷേത്രം കവിയൂർ എന്നാണ് ക്ഷേത്രത്തിൻ്റെ കൃത്യമായ പേര്. തൃക്കക്കുടി ഗുഹാക്ഷേത്രം കവിയൂർ കണ്ടോ, കണ്ടോ, ഇതാണ് കേട്ടോ പാറ. ഭയങ്കര വലിയ പാറയാണ്, കൊള്ളാം.